അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, തൊഴിലില്ലാത്തവർക്ക് വേണ്ടിയും തൊഴിൽ നഷ്ടപ്പെടാൻ പോകുന്നവർക്ക് വേണ്ടിയും വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവർക്ക് വേണ്ടിയും വിസ പുതുക്കി കിട്ടാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്ഥലം വിറ്റുമാറാനുള്ളവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ സ്ഥലങ്ങൾ പ്രമാണം ചെയ്യാൻ ഭാഗോടമ്പടി പ്രമാണം ചെയ്യാനും വിൽപ്പത്രങ്ങൾ പ്രമാണം ചെയ്യുന്നതിന് വേണ്ടിയും കർത്താവേ, അത് നടപ്പിൽ വരുന്നതിന് വേണ്ടി പോകുന്ന തടസ്സങ്ങൾക്ക് പരിഹരിക്കപ്പെടുന്നതിന് പ്രമാണ സംബന്ധമായ എല്ലാ തടസ്സങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിൻ്റെ യാത്രകൾ, ഗവൺമെൻറ് ഓഫീസുകളിലേക്കുള്ള യാത്രകൾ, ആ വില്ലേജ് ഓഫീസിലേക്കുള്ള യാത്രകൾ, അക്ഷയയിലേക്കുള്ള യാത്രകൾ, ഇങ്ങനെ നിനക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള നിൻ്റെ തത്രപ്പാടുകൾ എല്ലാം നീ അനുഗ്രഹിക്കട്ടെ. ഏതെങ്കിലും നിയമപരമായിട്ട് നിനക്ക് നിൻ്റെ ജീവിതം വീട് വെക്കാൻ പറ്റാതിരിക്കുക,
പെരുമയാൻ പറ്റാതിരിക്കുക, അങ്ങനെ എന്തെല്ലാം തടസ്സങ്ങളുണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്പർ കിട്ടാതിരിക്കുക, അങ്ങനെ എന്താണ് നീ അനുഭവിക്കുന്ന പ്രയാസം? ചില സാധനങ്ങൾ കയ്യിൽ നിന്ന് പോയിട്ട് കാണാനില്ല, ഇവിടെ വെച്ചെന്നറിയാൻ പാടില്ലാത്ത രീതിയിൽ വിഷമിച്ച് നടക്കുന്ന വ്യക്തിയാകാൻ നീ. ചിലപ്പോൾ കൈ കഴിഞ്ഞ് വിട്ടുപോയ പണം തിരികെ കിട്ടാൻ യാതൊരു മാർഗ്ഗമില്ലാത്തത്, അങ്ങനെയുള്ള സത്യങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഭീഷണിയായി തീരുമ്പോൾ നീ വിറങ്ങലിച്ചിരിക്കുന്ന വ്യക്തിയാകാം. കർത്താവ് നിന്നെ ഈ നിമിഷം അനുഗ്രഹിക്കുന്നു. കർത്താവ് നിന്നെ സന്ധിക്കും. ദൈവത്തിനെതിരാവ് നിനക്ക് യുക്തമായി പ്രവർത്തിക്കാൻ ആ സമയത്ത് നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് നൽകുന്ന ചെയ്ത കർത്താവിൻ്റെ അഭിഷേക ശക്തി ആ തക്ക സമയത്ത് നിന്നെ സഹായിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഒരു വെമ്പലുണ്ട്. അതായത് എങ്ങനെയെങ്കിലും ഒരു പഴുതുണ്ടാക്കി നമ്മളെ ജയിൽ മോചിതരാക്കണമെന്നും വിമുക്തരാക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒരു പഴുതുണ്ടാക്കി നമ്മളെ കുറ്റവിമുക്തരാക്കണമെന്നാണ് ദൈവത്തിൻ്റെ മനസ്സെന്ന് പറയണത്. അതറിയണമെങ്കിൽ അതിൻ്റെ ഒരു നിഴലാട്ടങ്ങൾ നമ്മുടെ നടപടി പുസ്തകം 17:30 കാണാം. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. ഇപ്പം അറിവില്ലായ്മയുടെ ഒരു കാലഘട്ടം ഉണ്ടാകുന്നത് ദൈവത്തെ. അറിയാവുന്ന പറയണവനെ അറിയേണ്ടത് അറിയുന്നില്ലെന്ന് പൗലോസ് പറയുന്നില്ലേ? 1 കൊരിന്ത്യർ 8:2 അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടതറിയുന്നില്ല. ഈ അറിവ് എപ്പോഴും വരണം എങ്ങനെയാണെന്ന് അറിയാമോ? അജ്ഞതയുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ക്രിസ്തുവിനെ ദൈവം മനുഷ്യരൂപത്തിൽ അയച്ച ഒരു കാലഘട്ടമുണ്ട്. ക്രിസ്തു അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം വിളമ്പാൻ തുടങ്ങിയ കാലഘട്ടമുണ്ട്. അതാണ് കാലഘട്ടം. അതിക്ക് മുമ്പുള്ളതാണ് അജ്ഞതയുടെ കാലഘട്ടം എന്ന് പറയുമ്പോഴും ഇതിലൊരു സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അറിയാമെന്ന് വിചാരിക്കുന്നവൻ, അജ്ഞതയുടെ കാലഘട്ടം അറിയാത്ത കാലഘട്ടമാണല്ലോ. അപ്പോൾ അറിയുന്നവർ അറിയേണ്ട കാര്യങ്ങൾ അറിയുന്നില്ലെന്ന് പറയുമ്പോൾ അറിയേണ്ട കാര്യം എന്താണെന്നുള്ള ഒരു വിഷയമില്ലേ? എന്താ അറിയേണ്ടത്? അറിയേണ്ട കാര്യം നിത്യജീവനെക്കുറിച്ച് തന്നെയാണ്. അത് ക്രിസ്തുവിനെക്കുറിച്ച് മാത്രമല്ല, ക്രിസ്തുവിലൂടെ ഉത്ഭുതമാകുന്ന വാതിൽ തുറക്കപ്പെടുന്ന നിത്യതയുടെ കവാടത്തെക്കുറിച്ചാണ് അറിയണത്. യോഹന്നാൻ 17:3 ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അറിവുണ്ടെന്ന് പറയുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ലെന്ന് പറയണത് ഈ അറിവാണ്. എന്താണ്? നിത്യജീവന് നമ്മളെ സഹായകരമായ രീതിയിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയണം. യേശുക്രിസ്തുവിനെ കുറിച്ച് വേണമെങ്കിൽ നമുക്കൊരു 100,000 വോളിയംസ് എഴുതാൻ പറ്റും. പക്ഷേ ആ അറിവിൽ നിത്യജീവന് വേണ്ടി യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുന്ന അറിവാണ് പിതാവ് ആഗ്രഹിക്കുന്ന അറിവെന്ന് പറയണത്. ഇതറിയാത്ത കാലം അജ്ഞതയുടെ കാലം തന്നെയാണ്. ഈ അജ്ഞതയുടെ കാലഘട്ടത്തിൽ ദൈവം കണക്കിലെടുത്തില്ല. ചില സമയത്ത് നമ്മുടെ തെറ്റുകളെ, എന്നാൽ ഇപ്പോഴേ എല്ലായിടത്തും കൂടെ എല്ലാവരും അനുദപിക്കണം. എല്ലായിടത്തും കൂടെ എല്ലാവരും എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികൾ മാത്രമല്ല, ക്രിസ്തുവിനെ ലോകത്ത് കൊടുത്തിരിക്കുന്നത് ലോകത്തിന് മുഴുവനായിട്ടുള്ള അനുതാപത്തിന് വേണ്ടിയാണ്. എല്ലായിടത്തും ഉള്ള എല്ലാവരും അനുദപിക്കണമെന്ന്. എന്തിനാണ്? അവിടെ പാപത്തെക്കുറിച്ച്. കാര്യം എന്താണ്? മറ്റൊരു ക്രിസ്തു ഇല്ലാത്തത് കൊണ്ടാണ്. മാതാവിനും തിരുകുമാരനും എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ നന്ദി. എൻ്റെ പേര് റീജ. ഞാൻ മറ്റൂർ ഇടവകയെന്നാണ് വരുന്നത്. ഞാൻ 2019 ഡിസംബറിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. പലതവണ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ വരിയും പറയുകയൊക്കെ ചെയ്യുമെങ്കിലും എനിക്ക് എൻ്റെ സാക്ഷ്യം ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെ കുറിച്ചിട്ട് അത് പോരാത്തതുകൊണ്ട് എനിക്ക് പറയാനുള്ള അവസരം കിട്ടാറില്ല. ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മ എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിക്കണേ എന്ന്. അപ്പോൾ ഇത്തവണ ഈ സെപ്റ്റംബറിൽ ഞാൻ മാതാവിൻ്റെ പിറവിയോടനുബന്ധിച്ച് ഞാൻ നോയമ്പെടുത്ത് പ്രാർത്ഥിച്ചു.
അച്ഛൻ എപ്പോഴും പറയാറുള്ള പോലെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് എന്നെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഇപ്രാവശ്യം ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം അമ്മ എനിക്ക് തിരുകുമാരിൽ നിന്ന് വാങ്ങി തന്നു. ആത്മീയമായിട്ടുള്ള വളർച്ചയാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. ആത്മീയമായിട്ടുള്ള വളർച്ചയാണ്. എനിക്ക് ഭൗതികമായിട്ട് ഒരുപാട് എൻ്റെ ഓരോ നിമിഷവും അമ്മയാണ് എന്നെ കൈപ്പിടിച്ച് നടത്തുന്നത്. വലിയൊരു അത്ഭുതമാണ് ഞാൻ 70 കിലോമീറ്റർ അങ്ങോട്ടും തിരിച്ച് 70 കിലോമീറ്റർ ഇങ്ങോട്ടും യാത്ര ചെയ്തിട്ടാണ് ഓരോ ദിവസവും ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ എനിക്ക് 5:30 കുർബാനയ്ക്ക് പോകാനും എപ്പോഴൊക്കെയോ എനിക്ക് മനസ്സിൽ ഔദ്യോഗികമായിട്ടുള്ള ജോലി സംബന്ധമായിട്ട് കുറച്ച് ടെൻഷനുകളൊക്കെ വരുന്ന സമയത്ത് കുറച്ച് ന്യായം പറയുന്ന ഒരു സ്വഭാവം ഉള്ളിലുള്ളത് കൊണ്ട്, പുറത്ത് പറയില്ല പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ ന്യായം പറയുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് എപ്പോഴും ഒരു സംഘർഷമൊക്കെ വരും. ആ സമയത്തൊക്കെ എപ്പോൾ എൻ്റെ മനസ്സ് പതറിയോ അപ്പോഴൊക്കെ കുമ്പസാരിക്കാനും വിശുദ്ധ കുർബാന സ്വീകരിക്കാനും അമ്മ എനിക്ക് അനുഗ്രഹം തരുന്നുണ്ട്. അമ്മയുടെ കൈ പിടിച്ചാണ് ഞാൻ നടക്കുന്നത്. എപ്പോഴും അമ്മ, ഞാൻ കണ്ണടച്ചാൽ മനസ്സിലെന്തെങ്കിലും സങ്കടം വന്നാൽ അപ്പോൾ ഞാൻ ഒരു കഴുതയായിട്ട് നടക്കുന്നതും എൻ്റെ മുകളിൽ പ്രകാശരൂപിയായിട്ട് എൻ്റെ കർത്താവ് ഇരിക്കുന്നതും എൻ്റെ അമ്മ എൻ്റെ കഴുത്തിലുള്ള കയറ് അമ്മ പിടിച്ച് എൻ്റെ സമീപത്ത് അമ്മ നടക്കുന്നതും ഞാൻ എൻ്റെ മനസ്സിൽ കാണുകയാണ്. എനിക്കെപ്പോഴും ആ ഒരു കാഴ്ചയിൽ ജീവിക്കാൻ സാധിക്കണേ എന്നാണ് ഞാൻ എപ്പോഴും കണ്ടടച്ചാൽ എനിക്ക് ആ ഒരു രൂപം, എൻ്റെ കർത്താവിൻ്റെ രൂപം, എൻ്റെ അമ്മയുടെ രൂപം എൻ്റെ മനസ്സിൽ തെളിയട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മകൾക്ക് ഈ അടുത്ത് അവൾ MBBS സെക്കൻഡ് ഇയർ പഠിക്കുകയായിരുന്നു, യൂണിവേഴ്സിറ്റി എക്സാം ആയിരുന്നേ. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് കണ്ണിലൊരു ഇൻഫെക്ഷൻ വന്നു. അവൾ ഹോസ്റ്റലിലായിരുന്നു. അമ്മ ചെറുതായിട്ടൊരു ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ 1-2 തവണ ആൻറ്റിബയോട്ടിക്സൊക്കെ കഴിച്ചു. ഒരു തവണ ആൻറ്റിബയോട്ടിക്സ് കഴിച്ചു, കുഴപ്പമൊന്നും ഭേദം മാറിയ പോലെയായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം അവൾ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഇങ്ങനെ കണ്ണിൽ കുറച്ച് പുലർച്ചെ വിളിച്ചിട്ട് പറഞ്ഞു നീര് കൂടുന്നുണ്ടെന്ന്. അപ്പോൾ അത് കേട്ട് ഞാൻ അവളുടെ ഹോസ്റ്റലിലേക്ക് പോയി. അവിടെ തന്നെ കോളേജിൽ തന്നെ ഡോക്ടേഴ്സിനെ കണ്ടു, അഡ്മിറ്റാക്കി. കണ്ണ് അടഞ്ഞു പോയി, പൂർണ്ണമായിട്ടൊരു കണ്ണ് അടഞ്ഞു പോയി. കുറച്ച് ദിവസം കഴിഞ്ഞ് അവൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമാണ്. കണ്ണ് അടഞ്ഞു പോയി, അവിടെ അഡ്മിറ്റാക്കിയ സമയത്ത് ഞാൻ വിശുദ്ധ തൈലം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അഡ്മിറ്റാക്കി പിറ്റേ ദിവസം ഞാൻ ഇവളുടെ അടഞ്ഞിരിക്കുന്ന കണ്ണ്, ഇമ പോലും വെട്ടാതിരിക്കുന്ന കണ്ണ് നോക്കിയിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എങ്ങനെയാണെന്നറിയില്ല, നാളെ അവളെ ഒന്ന് ഡിസ്ചാർജ് ആക്കി തായോ, അവൾക്ക് പരീക്ഷയുണ്ട്, എനിക്കും ജോലിയുണ്ട്. അങ്ങനെ നമ്മുടെ പ്രാരാബ്ധങ്ങളാണ് എണ്ണി പറക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ആ അവളെ ഒന്ന് ഡിസ്ചാർജ് ആക്കി തായോ പറഞ്ഞു. ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കാരണം അതുമാതിരി അടഞ്ഞിരിക്കുന്നൊരു കണ്ണ് നോക്കിയാണ് ഞാൻ പറയണത്. ഇൻഫെക്ഷനാണ്. ഡോക്ടേഴ്സ് പറഞ്ഞു കുറച്ച് ദിവസം ആൻറ്റിബയോട്ടിക്സ് എടുക്കണം, ഇവിടെ അഡ്മിറ്റ് ആവണം എന്നൊക്കെ പറഞ്ഞതാണ്. എന്നിരുന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. ആ സമയത്ത് പിറ്റേ ദിവസം പതുക്കെ നേരം വെളുത്ത് നോക്കുമ്പോൾ പതുക്കെ അവളുടെ ഇമ തുറക്കുകയും ഉച്ചയാകുമ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി പോയിരുന്ന് പഠിച്ചോളൂ, ഡിസ്ചാർജ് ആക്കി തരികയും ചെയ്തു. മഹാത്ഭുതം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. അത്രമാത്രം ഞങ്ങൾ ടെൻഷൻ അടിച്ചു. അടഞ്ഞ കണ്ണ് വിടരുമോ പോലും ഞാൻ സംശയിച്ചിരുന്ന കണ്ണാണ്. പിറ്റേ ദിവസം ഉച്ചയാകുമ്പോഴത്തേക്കും അവൾ ഉഷാറായി. അന്ന് തന്നെ അവളെ ഡിസ്ചാർജായി പോകാനായിട്ട് സാധിച്ചു. അമ്മയുടെ അനുഗ്രഹമാണ്. ഞാനിവിടെ ആദ്യം ഉടമ്പടി എടുത്തത് 19 അതിനുശേഷം ഞങ്ങൾ തറവാട്ടിൽ താമസിക്കുന്ന ആളുകളാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വീടൊക്കെ പഴയതായി, ഒന്ന് പുതുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അങ്ങനെയുള്ളൊരു ചിന്തയിലേക്കൊന്നും ഞങ്ങളുടെ കുടുംബം വന്നില്ല. പുതുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഒന്നും നടന്നിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തു. ഒരു ഉടമ്പടി വളരെ അത്ര വലിയ തീഷ്ണതയോടുകൂടിയൊന്നുമല്ല ആദ്യം എടുത്തത്. ഇവിടെ വന്നു അതിനുശേഷം ആദ്യം എടുത്തു, പിന്നെ ഞാൻ തീഷ്ണതയോട് കൂടിയിട്ട് തന്നെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് ഇവിടുത്തെ അച്ഛൻ്റെ പ്രസംഗങ്ങളും അന്നൊക്കെ എപ്പോഴും വരും. ഇവിടെ ദിവസം മാസത്തിൽ വന്ന് ഇവിടെ ആരാധനയിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. പിന്നെ കോവിഡിന് ശേഷമാണ് അത് മാറിയത്. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക, അപ്പോൾ അച്ഛൻ്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമായിരുന്നു, ധ്യാനങ്ങളൊക്കെ കൂടുമായിരുന്നു. അപ്പം ഞാൻ ആ തവണ ഒരു ഉടമ്പടി എടുത്ത് പുതുക്കുന്ന സമയത്ത് മനസ്സിൽ വെറുതെ ഒരു ചിന്ത പോയി. അതല്ലാണ്ട് ഞാൻ ഉടമ്പടിയിൽ വയ്ക്കുകയൊന്നും ചെയ്തിരുന്നില്ല. പക്ഷേ 1.5 വർഷം കൊണ്ട് ഞങ്ങൾക്ക് വീട്, മനോഹരമായിട്ടൊരു ഭവനം പൂർത്തീകരിച്ച് താമസിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. ഞാൻ ഇവിടുത്തെ കൃപാസനം ഉപ്പും അതുപോലെ തന്നെ കാശ്രൂപവും വെഞ്ചിരിച്ച കാശ്രൂപമൊക്കെ ഞാൻ വീട് പണിയുടെ തറയിൽ അമ്മയെ വിളിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ആണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ തിരക്ക് പിടിച്ച യാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വീഴ്ചയുണ്ടാവാറുണ്ട്. കൈകാലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടും. ഞാൻ എല്ലാ തവണയും വീണിട്ട് തിരിച്ച് എൻ്റെ വീട്ടിൽ വന്ന് അമ്മേനെ പ്രതീക്ഷിച്ചിട്ടുള്ള അവിടെ വന്നിരുന്ന് പറയും, അമ്മ എല്ലാം ഒന്നും പൊട്ടിണ്ടാവല്ലേട്ടാ. ഞാൻ വിശുദ്ധ തൈലം എടുത്ത് കുരിശ് വരച്ച് പറയും, അമ്മ വേദനിച്ചോട്ടെ പക്ഷേ എല്ലാം ഒന്നും പൊട്ടിണ്ടാവല്ലേട്ടാന്ന്. എപ്പോഴും നീര് വന്ന് വിങ്ങി വീർത്തിരിക്കുന്ന കൈയാണെങ്കിലും
എക്സ്റേ എടുത്ത് കഴിയുമ്പോൾ എല്ലിനൊന്നും കുഴപ്പമുണ്ടാവില്ല. അപ്പം അമ്മ ചെറിയ ചെറിയ സാധനങ്ങളൊന്നും നമുക്ക് അതിലൂടെ എനിക്ക് കൂടുതൽ അമ്മയിലേക്ക് അടുക്കാനായിട്ടുള്ള അവസരം അമ്മ എനിക്ക് എപ്പോഴും തരുന്നുണ്ട്. പിന്നെ എൻ്റെ മകനും അവനും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അവൻ ബിടെക് കഴിഞ്ഞിട്ട് ഗെയിമിങ്ങിലായിരുന്നു അവൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടോ ഗെയിമിങ് നമുക്കൊരു വിഷമമായിരുന്നു. അവൻ ഗെയിമിങ്ങിലേക്ക് അവൻ്റെ താല്പര്യമാണെങ്കിലും നമ്മുടെ മനസ്സിലൊരു ഗെയിമിങ് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഗെയിമിങ്ങിന് വലിയൊരു സ്കോപ്പ് കുറഞ്ഞൊരു സമയത്ത് വിദേശത്തേക്ക് പോകാൻ അത്ര താല്പര്യമില്ല. ഇവിടെ തന്നെ പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിൻ്റെ ഇടയിൽ അവൻ പതുക്കെ എയുടെ ഒരു PG സർട്ടിഫിക്കേഷൻ ചെയ്യുകയും അതിൽ തുടർന്ന് അവന് ഒരു കമ്പനിയിൽ നല്ലൊരു കമ്പനിയിൽ ട്രെയിനി ആയിട്ട് ഇപ്പോൾ ചേരാനും സാധിച്ചു. അമ്മയുടെ മാത്രം ഞാൻ സെപ്റ്റംബർ 1 അമ്മേ എന്നൊന്ന് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സെപ്റ്റംബർ 1 തന്നെ അവനെ ആ ട്രെയിനി ആയിട്ടാണെങ്കിലും ആ കമ്പനിയിൽ 3 മാസം കഴിയുമ്പോൾ 3-6 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ അവർ അവിടെ തന്നെ എടുക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ പൂർണ്ണമായിട്ടും അമ്മയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അമ്മയാണ് വഴി നടത്തുന്നത്. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ സാമ്പത്തികമായിട്ട് പിന്നിലേക്ക് നിൽക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം പഠന ഉപകരണങ്ങളും അതുപോലെ തന്നെ മറ്റ് കുട്ടികൾക്കായിട്ടാണ് ഞാൻ കൂടുതൽ ചെയ്യാറുള്ളത്. അപ്പോൾ അവർക്ക് പിന്നെ വസ്ത്രമായിട്ടും ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയൊക്കെ ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്, പൈസ കൊടുക്കാറുണ്ട്. പത്രം ഞാൻ ഇവിടുന്ന് വരുമ്പോഴൊക്കെ ഞാൻ പത്രം വാങ്ങാറുണ്ട്. 3 കെട്ടും ഒക്കെ വാങ്ങി കൊണ്ടുപോകാറുണ്ട്. വാങ്ങുമ്പോൾ അത് ഞാൻ അധികം പള്ളിയിൽ കൊടുക്കാൻ എനിക്കൊരു ചമ്മലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം പള്ളിയിൽ കൊടുക്കാൻ മടിയായിട്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ കൊടുക്കാറ്. അത് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊക്കെയാണ് കൊടുക്കാറ്. ഞാനത് ഒരു കുറച്ച് പത്രം പള്ളിയിൽ ധാരാളമുണ്ട്, എല്ലാവരും അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അവിടെ പത്രം ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ നാണക്കേട് ഞാൻ അമ്മയുടെ മുമ്പിൽ ഞാൻ പോണ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പള്ളിയിലും കുറച്ച് പത്രം പള്ളിയിലും കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഞാൻ അധികവും ഞാൻ ഇങ്ങനെ യാത്രയിൽ റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ യാത്രക്കാരായിട്ട് കാണുന്ന ആളുകൾക്കുമാണ് ആദ്യമായിട്ട് കൊടുക്കാറുള്ളത്. അതിനൊക്കെയുള്ള അങ്ങനെയൊക്കെ ജീവിക്കാനും മാതാവിൻ്റെ കൂടെ നടക്കാനും ഒക്കെ ഉള്ള അനുഗ്രഹം അമ്മ എനിക്ക് ഈ കൃപാസന മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആണ് എനിക്ക് സാധിക്കുന്നതെന്ന് എനിക്കറിയാം. ഓരോ നിമിഷവും എൻ്റെ ഓരോ ശ്വാസവും എൻ്റെ അമ്മയുടേതാണ്. മാതാവിനും ഉണ്ണീശോയ്ക്കും 1000 പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആദ്യം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 മാർച്ച് 12-ാം തീയതിയാണ്. ഞാൻ ജോലിക്ക് പോകുന്ന വീട്ടിലെ ചേച്ചിയാണ് എനിക്ക് ആദ്യമായിട്ട് കൃപാസന പത്രം തന്നത്. എനിക്കിതിനു മുമ്പ് ഒത്തിരി നാൾ മുമ്പ് കൃപാസന പത്രം കിട്ടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ വിചാരം ക്രിസ്ത്യൻസിന് മാത്രമേ ഉടമ്പടി എടുക്കാമുള്ളൂ എന്നായിരുന്നു. എങ്കിലും പിന്നീടാണ് അറിഞ്ഞത് എല്ലാവർക്കും എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ആദ്യം. അവൾക്ക് SSLCക്ക് മോഡലിന് ഒട്ടും മാർക്കുണ്ടായില്ല. അവൾ കോച്ചിങ് ക്ലാസ്സിനൊക്കെ പോവുകയൊക്കെ ചെയ്തു. പെട്ടെന്ന് അങ്ങനെയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ ആദ്യം വന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ മകൾക്ക് എല്ലാ വിഷയത്തിനും ഉന്നത മാർക്ക് കിട്ടുകയും നല്ല സയൻസിന് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അതുപോലെ മകനാണെങ്കിലും 10ൽ മലയാളത്തിന് ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ എല്ലാ വിഷയത്തിനും മറ്റുള്ള വിഷയങ്ങൾക്ക് നല്ല മാർക്കുണ്ട്, പക്ഷെ മലയാളം ഒട്ടും മാർക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അവനോട് പറഞ്ഞു, മോനെ നീ സങ്കീർത്തനം 91 വായിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ 91 സങ്കീർത്തനം വായിച്ചു. അതിനും അവന് 2 മലയാളം സെക്കൻഡിനും ഫസ്റ്റിനും അവന് A+ കിട്ടി. ഈശോയും പരിശുദ്ധ അമ്മയും ഞങ്ങളെ സഹായിച്ചു. അടുത്ത് എൻ്റെ ഭർത്താവിൻ്റെ രോഗസൗഖ്യമാണ്. എൻ്റെ ഭർത്താവിന് ചെറുപ്പം മുതലേ ചെവി പൊട്ടുന്ന അസുഖം ഉണ്ടായിരുന്നു. പക്ഷേ ഈ 2024 മാർച്ച് ഒരു 15 ആയപ്പോഴേക്കും ചെവി പൊട്ടുകയും ഭയങ്കര പഴുപ്പെന്ന് ചോദിച്ചാൽ എന്നോട് എല്ലാവരും ചോദിക്കും, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ നോക്ക് സുബലെ, ഇതെന്താ ഇങ്ങനെ പഴുപ്പ്? രാത്രികളിൽ ഉറങ്ങാതെ ഞാൻ എത്രയോ തവണ ചെവിയിൽ നിന്ന് പഞ്ഞി വച്ചിങ്ങനെ എടുത്ത് പുള്ളി ഉറങ്ങുമ്പോഴിങ്ങനെ കട്ട പഴുപ്പ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒത്തിരി മരുന്ന് 2-3 ആശുപത്രിയിൽ കാണിച്ചു കഴിഞ്ഞിട്ടും അവർ പറഞ്ഞു ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല, ചെവിയുടെ പാടൽ പൊട്ടിയേക്കാണ്. അത് കാരണം കൊണ്ട് നമുക്ക് അത്യാവശ്യം നീർക്കെട്ടിൻ്റെ ഒരു മരുന്ന് കൊടുത്ത് അത്യാവശ്യം ആ നീർക്കെട്ട് മാറ്റാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ മാതാവിനോട് ശക്തമായി പ്രാർത്ഥിക്കുകയും ഉടമ്പടി നിയോഗം വച്ചിട്ടുണ്ടായിരുന്നില്ല. ശക്തമായി പ്രാർത്ഥിക്കുകയും ഞാൻ ഉടമ്പടി തൈലം ചെവിയിൽ ഒഴിക്കാൻ പുള്ളി സമ്മതിക്കില്ലായിരുന്നു. എങ്കിലും ഞാനൊരു ദിവസം പുള്ളി ഉറങ്ങുന്ന സമയത്ത് ഈ പഴുപ്പ് എടുക്കുന്ന സമയത്ത് പുള്ളി ചിലപ്പോൾ അറിയാറില്ല, ഉറക്കത്തിലും ഇങ്ങനെ നന്നായിട്ട് പഴുപ്പ് വന്നുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഞാനൊരു ദിവസം ചെവിയിൽ ഉടമ്പടി തൈലം ഒഴിച്ചു. അതുകൂടാതെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ജോസഫച്ചനെ കാണിക്കുകയും ഇവിടെ വന്ന് ജോസഫച്ചൻ തൈലം പുറ്റി
പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ പിന്നെ കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഓപ്പറേഷൻ വേണ്ട, ചെവിക്ക് നന്നായിട്ട് പാട വന്ന് മൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതും പരിശുദ്ധ അമ്മ ഈശോയും തന്ന വലിയ അനുഗ്രഹമാണ്. അതുപോലെ ഉടമ്പടിയിൽ വയ്ക്കാത്ത ഒരു കാര്യമാണ്, ഞാൻ ഒരു ദിവസം പെട്ടെന്ന് എന്തോ വീട്ടിൽ ചെമ്പരത്തിക്കമ്പ് വെട്ടിയതാണ്. പക്ഷേ എൻ്റെ കൈ ഈ വിരൽ നന്നായിട്ട് മുറിഞ്ഞു, 6 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ഞാൻ ആശുപത്രി ചെല്ലുമ്പോൾ ഞാൻ ഈ കൈ മുറിഞ്ഞ ആ സെക്കൻഡിൽ തന്നെ എൻ്റെ കയ്യിലേക്ക് ഞാൻ ഉടമ്പടി ഉപ്പ് അങ്ങ് തേച്ചു. ഒട്ടും വേദനയും ഉണ്ടായില്ല, ഒരു തുള്ളി ബ്ലഡ് പോലും വന്നില്ല. ഞാൻ ആശുപത്രി ചെല്ലുമ്പോൾ ഡോക്ടർ പോലും പറഞ്ഞു, ചേച്ചി കണ്ണടച്ചിരുന്നു, ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ തലകറങ്ങുന്നു, ചേച്ചിക്ക് ബുദ്ധിമുട്ടില്ലേന്ന്. പക്ഷെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് തന്നെ നോക്കൂ. എല്ലാവരും 6 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. എന്നോട് എല്ലാവരും പറഞ്ഞു ഇനി വിരൽ ഒരിക്കലും മടങ്ങില്ല, ഇതിങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. പക്ഷേ എനിക്ക് ശക്തമായിട്ട് മടങ്ങുകയും എല്ലാം ചെയ്യും. അതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ. ഞങ്ങൾ ഉടമ്പടി തൈലം ഉപയോഗിച്ച് എൻ്റെ വീട്ടിൽ ഇതുപോലെ ഒരു പശു ഉണ്ടായിരുന്നു. പശു പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത കുഞ്ഞിനെ അടുപ്പിക്കുകയോ പാല് കൊടുക്കുകയോ ചെയ്യില്ല. ഞാൻ പെട്ടെന്ന് ആ ഉടമ്പടി തൈലം എടുത്ത് ഞങ്ങൾ ചെന്ന്, വലിയ പശുവായിരുന്നു, ഞങ്ങൾ ചെന്ന പശു അടുപ്പിക്കില്ല. അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇതൊന്ന് പെരട്ടാൻ പറഞ്ഞു. അച്ഛൻ അത് പെരട്ടി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പശു ആരോ പിടിച്ച്, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പരിശുദ്ധ അമ്മ ഈശോയാണെന്ന് വിശ്വസിക്കുന്നു, ആരോ പിടിച്ച് നിർത്തുന്നത് പോലെ പശു നിന്ന് കിടാവിനെ കുടിപ്പിക്കുകയും ചെയ്തു. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ആ പശുവിനെ ഞങ്ങൾക്ക് കറക്കാൻ പറ്റില്ല, വലിയ പശുവായിരുന്നു. അമ്മ കണ്ണോപ്പറേഷൻ ചെയ്തിരിക്കുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് ഈശോയോടും പരിശുദ്ധ അമ്മയോടും ചോദിച്ചു, ഈശോയെ ഞങ്ങൾ എന്ത് ചെയ്യും ഈ പശുവിനെ കറക്കാൻ? ഞങ്ങളുടെ വീട്ടിൽ ആളില്ലല്ലോ. പെട്ടെന്ന് എനിക്കൊരു സ്വരം പോലെ കേട്ടു, ഈ പശുവിനെ ഒരു ഫാമിൽ ആൾ വന്ന് കൊണ്ടുപോകുന്നു. പശു പ്രസവിച്ചു. അന്നും ഫാമിൽ ആരും വരുമൊന്നും ചെയ്തില്ല. പിറ്റേ ദിവസം അച്ഛൻ ഇതുപോലെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ചേട്ടൻ പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചു, ചേട്ടൻ എന്താ അന്വേഷിച്ച് നടക്കണേ? അച്ഛൻ പശുവിനെ കറക്കാൻ ഒരാളെ അന്വേഷിച്ച് നടന്നതായിരുന്നു. അപ്പം പറഞ്ഞു, ഇങ്ങനെ ഒരു പശു ഉണ്ട്, ഞങ്ങൾക്ക് കറക്കാൻ പറ്റില്ല, ആരെങ്കിലും വേണമെങ്കിൽ കൊടുക്കാറുണ്ട്. പെട്ടെന്ന് ആ ചേട്ടൻ വരികയും ഞങ്ങളുടെ പശുവിനെ കൊണ്ടുപോവുകയും ചെയ്തു. അതും ഈശോ തന്ന വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. അതുപോലെ എൻ്റെ സഹോദരനും സഹോദരിയും ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ഓരോ അനുഗ്രഹങ്ങളും ചെറുതും വലുതുമായ ഒത്തിരി നിരവധി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഈശോ തന്നു കണ്ടുകൊണ്ട് എൻ്റെ സഹോദരിയും സഹോദരനും ഈ ഉടമ്പടിയിലാണ്. കാരുണ്യ പ്രവൃത്തി ഞാൻ എന്നെ പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും, രോഗികളെ പോയി കാണുകയും എന്നെ പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും സഹായം കൊടുക്കുകയും പത്രങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യും. രക്ഷിതപ്രവർത്തനം അതുപോലെ ഈശോയെ എന്നെ കഴിയുന്ന രീതിയിൽ ഞാൻ എല്ലാവരോടും ഓരോ ദിവസവും ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് എൻ്റെ ഭർത്താവിന് ഫെസക വ്യാഴത്തിൻ്റെ അന്ന് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും ഞങ്ങൾ ആശുപത്രി ഒരു വശത്തിന് പയ്യൊരു തളർച്ച പോലെ വരികയും ചെയ്തു. അപ്പം തന്നെ ഉടമ്പടി തൈലം പറ്റി ആ കൈ പെട്ടെന്ന് ഇതൊക്കെ കൈ അനക്കാൻ പറ്റുകയും ചെയ്തു. അതുപോലെ പുള്ളി ധ്യാനം കൂടും, പത്രം ഞാൻ എല്ലാ സ്ഥലങ്ങളിലും കൊടുക്കാറുണ്ട്. അതുപോലെ ഞാൻ പത്രം കൊടുത്ത് ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, ഒത്തിരി ചേച്ചിമാർ. ഞങ്ങൾ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഞങ്ങൾ പത്രം കൊണ്ട് കൊടുക്കുന്നത്, കാരണം പത്രം കൊടുത്ത് അത് വായിച്ച് ഇവിടെ വന്ന ഒത്തിരി ഞങ്ങളുടെ അനുഭവം കേട്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ വചനം വായിക്കും ഒത്തിരി. ഇതുപോലെ പല സമയങ്ങളിൽ ഈശോ എനിക്ക് വചനങ്ങൾ തരാറുണ്ട്. ഒത്തിരി വചനങ്ങൾ ഓരോ സമയങ്ങളിൽ ഞാൻ രോഗങ്ങൾ വരുമ്പോഴായാലും ബൈബിൾ തുറക്കുമ്പോൾ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഒത്തിരി വചനങ്ങൾ, ഞാൻ നിൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നു, അങ്ങനെ ഒത്തിരി വചനങ്ങൾ തന്ന് കർത്താവ് എന്നോട് സംസാരിക്കാറുണ്ട്. അതുപോലെ എനിക്ക് ഒത്തിരി ദേഷ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു എപ്പോഴും. ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ദേഷ്യങ്ങളൊന്നുമില്ലാതെ മറ്റുള്ളവർ ക്ഷമിക്കാനുള്ള കൃപ കിട്ടുകയും ചെയ്തു. അതിൽ ഒരു ദിവസം ഞാൻ ഒരു വ്യക്തിയോട് വളരെ പുച്ഛമായിട്ട് സംസാരിച്ചു. അന്ന് ഈ രാത്രി ഞാൻ കിടക്കുമ്പോൾ എനിക്ക് ശക്തമായ പല്ലുവേദന വന്നു. അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ ഈശോ എൻ്റെ അടുത്ത് വരികയും എന്തിനാണ് നീ മറ്റുള്ളവരെ ഇങ്ങനെ വെറുക്കുന്നതെന്ന് ചോദിക്കുകയും അങ്ങനെ ഈശോയുടെ ഒരു സംസാരം എനിക്ക് കേൾക്കാനും ഈശോയെ എനിക്ക് കാണാനും കഴിഞ്ഞു. അതിൽ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈ പരിശുദ്ധ അൾത്താരയിൽ എനിക്ക് നിൽക്കാനുള്ള വലിയ ഭാഗ്യം തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് എമിൽഡ ജോസഫ്. ഞാൻ എറണാകുളം ജില്ലയിലെ കൂടാലപ്പാട് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു നേഴ്സാണ്. ഞാൻ നഴ്സിംഗ് കഴിഞ്ഞ് എൻ്റെ OET ഞാൻ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്തായിരുന്നു ആദ്യത്തെ അറ്റംപ്റ്റ്. പക്ഷേ എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ ക്ലബിംഗ് സ്കോർ മാത്രമേ കിട്ടിയായിരുന്നുള്ളൂ. രണ്ടാമതായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ഡേറ്റ് എടുത്തു. അതിൻ്റെ ഇടയിലൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ജോലിക്ക് കയറാൻ പറ്റുന്നില്ല, ആകെ ടെൻഷനായിരുന്നു. ഞാൻ അമ്മയോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു.
അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലായിരുന്നു എനിക്ക് ഇവിടുത്തെ കൃപാസന മാതാവിൻ്റെ വെഞ്ചരിച്ച രൂപം എനിക്ക് കാശുരൂപം ലഭിച്ചത്. അത് വെച്ച് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച് ആ ഒരു എക്സാം ഹാളിൽ കൊണ്ടുപോയി ഞാൻ എൻ്റെ കയ്യിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് ആ എക്സാം എനിക്ക് നല്ല രീതിയിൽ തന്നെ എഴുതാൻ പറ്റി. പൊതുവേ എനിക്ക് റീഡിംഗ് എന്ന് പറയുന്ന മൊഡ്യൂൾ വളരെ എളുപ്പമുള്ളൊരു മൊഡ്യൂളായിരുന്നു. പക്ഷേ അന്ന് എക്സാമിന് എനിക്ക് ആദ്യത്തെ ഒരു പാട്ടുണ്ട്, അതൊരു 15 മിനിറ്റിൻ്റെ ഒരു പാട്ടാണ്. അപ്പോൾ ആ 15 മിനിറ്റ് പാട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷേ 12 മിനിറ്റോളം ഞാൻ വെറുതെ അവിടെ ആ എക്സാമിനേഷൻ ഹാളിൽ എനിക്കൊന്നും മനസ്സിലാവാതെ ഇരുന്നു. ബാക്കിയുള്ളൊരു 3 മിനിറ്റ് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്കിത് മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ എക്സാം തോറ്റുപോയി, എനിക്ക് അവസാനത്തെ ഒരു ചാൻസാണിത് എനിക്ക്, അതുകൊണ്ട് എനിക്കിത് തരണം എന്ന് പറഞ്ഞു. പിന്നെ 3 മിനിറ്റിൽ ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. എല്ലാത്തിനും ഞാൻ ആൻസർ എഴുതി വേഗം ഞാൻ സബ്മിറ്റ് ചെയ്തു. അതുപോലെ സ്പീക്കിംഗ് മൊഡ്യൂൾ എനിക്ക് വളരെയധികം പാടുള്ള ഒരു മൊഡ്യൂളായിരുന്നു. അത് ഞാൻ അറ്റൻഡ് ചെയ്തു. അത് എനിക്ക് വളരെ പാടായിരുന്നെങ്കിലും ഞാനപ്പോൾ പ്രാർത്ഥിച്ചു അമ്മയോട്. കിട്ടില്ലെന്ന് ഉറപ്പായിരുന്നു, എന്നാലും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് UK സ്കോറോടുകൂടി തന്നെ എനിക്കത് പാസ്സായി. അപ്പോഴും ഞാൻ ഉടമ്പടിയിലായിരുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അമ്മ എന്നോട് പറയുമായിരുന്നു നമുക്ക് ഉടമ്പടി എടുക്കണം എന്നാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറയും, ഒരു കാര്യം നടക്കുന്നതിന് വേണ്ടി ഉടമ്പടി എടുക്കുക എന്ന് പറയുന്നത് അതൊരു തെറ്റായ കാര്യമാണ്. മാതാവിനോടുള്ള ഭക്തിയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുക്കാതെ ഞാൻ കുറേ നാളിങ്ങനെ പോയി. അത് കഴിഞ്ഞ് മെയ് 8-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ മാതാവ് എൻ്റെ ആദ്യ ഉടമ്പടി അങ്ങനെ എന്നെ എടുപ്പിച്ചു. അത് വളരെ ഒരു പ്രത്യേക ഒരു കാര്യമായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആദ്യം വിചാരിച്ച കാര്യം എൻ്റെ ഒരു കാര്യസാധ്യത്തിൽ നിന്ന് ഉപരി എനിക്ക് മാതാവിനോട് ഏറ്റവും ചേർന്ന് നിൽക്കാൻ വേണ്ടി എന്നെ ഉടമ്പടി എടുപ്പിക്കണേ എന്നുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയിൽ UK പ്രോസസ്സിംഗ് ഒക്കെ തുടങ്ങിയായിരുന്നു. പക്ഷെ അതൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. റിക്രൂട്ട്മെൻറ്റുകളൊക്കെ സ്റ്റോപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരു രക്ഷയില്ലാതെ ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അതും ഇതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഒന്നും കിട്ടുന്നില്ല, വളരെ ഇതായിട്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അമ്മേനോട്. അമ്മ എനിക്കിതെൻ്റെ ലാസ്റ്റ് ചാൻസാണ്, എനിക്ക് എന്തായാലും ഇത് വേണം, കാരണം എനിക്ക് എൻ്റെ കുടുംബത്തെ അത്ര ഇതായിട്ട് നോക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ കാശുരൂപം മുറുകെ പിടിച്ച് ഞാൻ എന്ത് കാര്യത്തിന് പോയാലും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെ ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ജസ്റ്റ് ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആ ഇൻ്റർവ്യൂ ഞാൻ ജസ്റ്റ് എക്സ്പീരിയൻസിന് വേണ്ടി അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ ആണോ. അത് കഴിഞ്ഞ് എന്നിട്ട് അതൊരു 8 മാസത്തോളമൊക്കെ ആയി. പക്ഷെ എനിക്ക് ഒരു കോളും അങ്ങനെ കാര്യങ്ങളൊന്നും വന്നില്ല. പാസ്സായെങ്കിലും കോളൊന്നും വന്നില്ല. അത് കഴിഞ്ഞ് എൻ്റെ DLൻ്റെ വാലിഡിറ്റി തീരാറായി. അപ്പോഴൊക്കെ ഞാൻ അമ്മയോട് പറയും, എൻ്റെ അമ്മ എനിക്ക് എന്തായാലും ഇത് വേണം, എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണമെന്ന് പറയുമായിരുന്നു. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ഈ ഒരു ഓഗസ്റ്റിൽ ആ ഒരു സമയമായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വാലിഡിറ്റി തീരാറായ സമയത്ത് അവർ വിളിച്ചേക്കാണ് എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ അന്ന് തൊട്ടാണ് എൻ്റെ ഉടമ്പടി ശരിക്കും ഫയറായി തുടങ്ങിയത്. അന്ന് തൊട്ട് എൻ്റെ അമ്മ ഏറ്റവും എൻ്റെ ഉടമ്പടിയിൽ നടന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയച്ചുരുക്കത്തോടെ ഓരോ കാര്യങ്ങൾ നടക്കുന്നത് കാണാൻ പറ്റി എന്നുള്ളതാണ്. ഉടമ്പടിയിലാണെങ്കിൽ പോലും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനൊരു നേഴ്സാണ്, എനിക്ക് എന്നിട്ട് ഡ്യൂട്ടിയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റണില്ല അമ്മയെന്ന് ഞാൻ പറയുമായിരുന്നു. എന്നാൽ കൂടി അമ്മ എനിക്ക് തിരിച്ച് മറുപടി പറയുമായിരുന്നു, എനിക്ക് പറ്റണ പോലെ ചെയ്യുന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിൽ പറയുമായിരുന്നു. നീ നിൻ്റെ ഈ ഒരു പരിമിതിയിൽ നിന്ന് നീ ചെയ്യാൻ ശ്രമിക്കുന്നതിലാണ് നിൻ്റെ കാര്യം എന്നുള്ള രീതിയിൽ പറയുമായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്ത് വന്ന് പ്രോസസ്സിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് എൻ്റെ വിസ കാർഡ് എടുക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, വർക്ക് വിസ എടുക്കാനായിട്ട്, വർക്ക് പെർമിറ്റ് എടുക്കുന്നതിന്. അപ്പോൾ അതിൽ എനിക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഒരു 2 ആഴ്ചയോളം ഈ കാർഡ് കിട്ടാനെടുക്കും. സാധാരണ ബാങ്കുകൾ പെട്ടെന്ന് കൊടുക്കാറുണ്ട്, പക്ഷേ ഞാൻ ബാങ്കിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് 2 ആഴ്ചയെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞു. അത് വെച്ച് എൻ്റെ പ്രോസസ്സിങ് ചെയ്ത എൻ്റെ എക്സാം ഡേറ്റൊക്കെ കഴിഞ്ഞു പോയി. പിന്നെ എനിക്കത് എഴുതാൻ പറ്റാതെ ആവുമായിരുന്നു. അങ്ങനെ ഞാൻ ബാങ്കിൽ പോയി, ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, വെഞ്ചരിച്ച് ഇവിടുത്തെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ പിന്നെ എന്താ കണ്ടതെന്ന് അറിയത്തില്ല, എനിക്ക് വേണ്ടി ബാങ്ക് മാനേജർ എഴുന്നേറ്റ് വന്ന് അവിടുത്തെ സ്റ്റാഫിനെയും കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമായിരുന്നു. ഞാൻ അപ്പോഴൊക്കെ എൻ്റെ ഈ കാശ് രൂപം മുറുകെ പിടിച്ചിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് വേറെ ബ്രാഞ്ചിലും പോകേണ്ടി വന്നു. അവിടെ ഇതുപോലെ തന്നെ എന്നോട് അടുത്ത ബാങ്കിലെ ബാങ്ക് മാനേജറും ഇതുപോലെ തന്നെ എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ അവരുടെ ക്യാബിനിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് എനിക്ക് വേണ്ടി ചെയ്ത് എനിക്ക് വേണ്ടി ആ കാർഡ് അന്ന് എടുത്ത് തന്നു. എൻ്റെ ബാങ്ക് അക്കൗണ്ട് പോലും ആക്റ്റീവ് ആയിരുന്നില്ല, അറിയാതെ അത് ആക്റ്റീവും കൂടി ആക്കി തന്നു. കാരണം കുറേ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ്, KYC അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സ്റ്റാഫ് അറിയാതെ ചെയ്തൊരു മിസ്റ്റേക്ക്, ഒരു ക്ലിക്കിൽ മാത്രം
കൊണ്ട് എനിക്ക് ആ ബാങ്ക് അക്കൗണ്ട് ആക്ടിവേറ്റ് ആയി. അന്ന് തന്നെ എനിക്ക് ആ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റി. എൻ്റെ വർക്ക് വിസ എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ മാതാവ് പറഞ്ഞു എന്നോട്, ഇന്ന ഡേറ്റിൽ ഞാൻ നിനക്ക് തരുമെന്ന് എൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, അമ്മ എനിക്ക് ഈ ഡേറ്റിൽ എൻ്റെ മാതാവ് എനിക്ക് തരും അത്. ഞാനപ്പോൾ ഞാൻ അങ്ങനെ ഉറച്ച് വിശ്വസിച്ചു. അന്ന് രാത്രിയായി ആ ദിവസത്തിൻ്റെ. എന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മേനോട്, എനിക്ക് തരും അമ്മയെന്ന്. അന്ന് രാത്രി എനിക്ക് ആ വർക്ക് പെർമിറ്റ് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഡിലേ ഉണ്ട് ഇപ്പോൾ വിസ അപ്ലൈ കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. കാരണം ആ ഒരു വിസ കിട്ടിയില്ലെങ്കിൽ എനിക്ക് എന്നിട്ട് എക്സാം ഡേറ്റ് മാറ്റണം. അപ്പോഴേക്കും എൻ്റെ വാലിഡിറ്റി തീരും. പിന്നെ എനിക്ക് DL എടുക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എനിക്കത് പറ്റത്തില്ല. ഒന്നാമത് സാമ്പത്തികതയൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. കുറേ പൈസ ഇതിനു വേണ്ടി ചിലവാക്കി. അതുകൊണ്ട് എനിക്ക് എന്തായാലും വേണം അമ്മയെന്ന് ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മേനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അമ്മ എനിക്ക് എന്നേക്കാൾ മുന്നേ അപ്ലൈ ചെയ്തവർക്ക് എൻ്റെ വിസ കിട്ടിയിട്ടില്ല അവർക്ക്. എന്നിട്ട് കൂടി അമ്മ എനിക്ക് വിസ തന്നു. അതുപോലെ ഞാൻ അമ്മേനോട് പ്രാർത്ഥിച്ചു, എനിക്ക് മാത്രം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും വിഷമാവും അമ്മേ. അതുകൊണ്ട് എനിക്ക് അന്ന് ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത എല്ലാവർക്കും തന്നെ അമ്മ ഞങ്ങൾക്ക് ഒരുമിച്ച് വിസ തരണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ ദിവസം ചെയ്ത ആ ഏജൻസിയിൽ ചെയ്ത എല്ലാവർക്കും വിസ അമ്മ തന്ന് അന്ന് എന്നെ കൃത്യസമയത്ത് തന്ന് അമ്മ അനുഗ്രഹിച്ചു. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഈ വ്യാഴാഴ്ച ഇവിടെ വന്നു. അപ്പോൾ ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞത്, എനിക്ക് അന്ന് വിസ വേണം. അന്ന് വിസ അമ്മ എനിക്ക് തന്ന, അല്ലെങ്കിൽ എനിക്ക് അതിനൊരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ ഞാൻ അന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയും, ഇവിടെ കയറി സാക്ഷ്യം പറയും എന്നാണ്. അപ്പോൾ അന്ന് വൈകുന്നേരം വരെ ആയിട്ട് എനിക്ക് ഒരു റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. പക്ഷേ അന്ന് വൈകുന്നേരം രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഏജൻസിയിൽ നിന്ന് വിളി വന്നു, നിങ്ങളുടെ വിസ അവിടെ നിന്ന് എംബസിയിൽ നിന്ന് ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ എനിക്ക് വിസ പിറ്റേ ദിവസം ഒരു 2-3 ദിവസം എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും കിട്ടി. ഇപ്പം ഞാൻ വിസയൊക്കെ സബ്മിറ്റ് ചെയ്ത് എല്ലാം കിട്ടി. എനിക്ക് 22-ാം തീയതി ഞാനിപ്പോൾ അയർലൻഡിന് പോകാൻ നിൽക്കുകയാണ്. പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ വളരെയധികം വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് എത്ര അധികം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ കൂടുതലായിട്ട് ചേർന്ന് ഇനിയിപ്പോൾ എൻ്റെ ഓരോ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ എൻ്റെ പരിശുദ്ധ അമ്മ ഇല്ലാതെ എനിക്ക് പറ്റില്ല, എൻ്റെ ഈശോ ഇല്ലാതെ പറ്റില്ല. അങ്ങനെ ഒരു ലെവലിലാക്കി എന്നെ. അതുപോലെ തന്നെ എൻ്റെ ജോലിയുടെ ഇടയിലാണെങ്കിൽ പോലും ഞാൻ ഓരോ സ്റ്റാഫൊക്കെ ആണെങ്കിലും ഈ ഉടമ്പടിയിൽ വിശ്വാസമില്ലാന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു അവരോട്, ഉടമ്പടി എടുക്കാന്നുള്ളത് നമ്മൾ എന്നിട്ട് നമ്മുടെ ഒരു ജീവിതം ഒരു ചിട്ടയിലാക്കുന്ന ഒരു രീതിയാണത്. അപ്പോൾ പരിശുദ്ധ അമ്മയോട് ഏറ്റവും ചേർന്ന് നിൽക്കുക, അതുപോലെ തന്നെ ബൈബിള് വായിക്കുക, ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഈശോയെക്കുറിച്ചൊക്കെ ഞാൻ കൂടുതലായിട്ട് അവരോട് പറയുമായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ആദ്യം ഉണ്ടായിരുന്ന ഒരു ചിന്താഗതിയിൽ നിന്ന് മാറി അവർ കൂടുതൽ വിശ്വാസത്തിലേക്ക് വന്നു. അങ്ങനെ ഞാൻ കുറേ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ചിലർക്ക് എക്സാമുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ എക്സാമിന് പാസ്സാവാൻ അങ്ങനെയൊക്കെ ഞാൻ കേട്ടു. കാരണം അതൊക്കെ എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യങ്ങളായിരുന്നു. ഞാനും കൂടെ പ്രാർത്ഥിച്ചിട്ടാണല്ലോ അവർക്ക് എക്സാം പാസ്സാവാൻ പറ്റിയത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ എൻ്റെ ഓരോ കാര്യങ്ങളിലും എൻ്റെ അമ്മ എനിക്ക് വളരെയധികം ഭയങ്കര ഒരു പ്രസൻസ് എനിക്ക് കാണിച്ചു തന്നു. ഏറ്റവും കൂടുതൽ അതാണ്. എൻ്റെ കുടുംബവും എൻ്റെ വീട്ടിലുള്ള എല്ലാവരും കൂടുതലായിട്ട് മാതാവിനോട് ചേർന്ന് നിൽക്കുന്നതിനും എല്ലാത്തിനും ഇടയാക്കി എൻ്റെ അമ്മ. അതാണ് എനിക്ക് പറയാനുള്ള എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. കാരുണ്യപ്രവൃത്തിയായിട്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ചെറുതായിട്ട് ഞാൻ പൈസയൊക്കെ കൊടുത്ത് സഹായിക്കും, അതുപോലെ അരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് സഹായിക്കുമായിരുന്നു. അതുപോലെ തന്നെ കൂടുതലായിട്ടും നമ്മുടെ കൃപാസന പത്രം കൊടുക്കാൻ ഞാൻ ശ്രമിക്കും, പറഞ്ഞു കൊടുക്കും. അതുപോലെ പ്രാർത്ഥിച്ച് ഞാൻ ഓരോ പത്രത്തിലും കുരിശൊക്കെ വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഓരോരുത്തർക്കും കൊടുക്കാൻ നോക്കാറ്. അപ്പം ഞാൻ കൂടുതലായിട്ട് ഞാൻ നന്മകളിലേക്ക് വരാൻ തുടങ്ങി ഈ ഉടമ്പടിയിലൂടെ. പിന്നെ പ്രേക്ഷിത കൂടുതലായിട്ട് പിന്നെ പ്രാർത്ഥിക്കാനും എല്ലാത്തിനും എനിക്ക് മാതാവ് അനുഗ്രഹം തന്നു. പിന്നെ എൻ്റെ 2ാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കിയത് ഈ കഴിഞ്ഞ മാസം 11-ാം തീയതി ആയിരുന്നു ഇവിടെ വന്ന്. അപ്പം ഞാൻ അമ്മേനോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് എക്സാം എഴുതാനുള്ളതാണ്, എനിക്ക് ഈ അയർലൻഡിൽ പോകാനുള്ളതാണ്. അപ്പം അമ്മ ഇത് ഏറ്റെടുക്കുവാണെങ്കിൽ എനിക്ക് മാതാവിനെ പിടിക്കാനുള്ള അനുഗ്രഹം എനിക്ക് തരണമെന്ന് ഞാൻ അമ്മേനോട് പ്രാർത്ഥിച്ചു. അമ്മ അതുപോലെ തന്നെ എനിക്ക് അമ്മേനെ പിടിക്കാനുള്ള ഒരു അനുഗ്രഹം തന്നു. അതെനിക്ക് ഭയങ്കര ഒരു ആത്മവിശ്വാസം നൽകുന്നൊരു കാര്യമായിരുന്നു. എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഒരുപാട് വിശ്വാസമുണ്ട്. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൂടുതലായിട്ട് അമ്മയോട് അടുത്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടമ്പടി വർക്കാവാൻ തുടങ്ങും. അത് മതി, അതാണ് നിങ്ങളുടെ ജീവിതത്തിന്. പിന്നെ ഒരു ഉടമ്പടി എടുത്ത് നിർത്തണം എന്ന് വിചാരിച്ച ആളായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പം ആ ഉടമ്പടിയിൽ കണ്ടിന്യൂ ആയിട്ട് പോകണമെന്ന് എനിക്ക് വളരെയധികം ഒരു ഫയർ എനിക്ക് എൻ്റെ മനസ്സിലിപ്പോൾ ഉണ്ട്. അവസാനമായിട്ട് എൻ്റെ അമ്മയ്ക്കും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി ഒന്നുകൂടെ ഞാൻ പറയുവാണ്.
ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ അമ്മയോട്. അമ്മയ്ക്കും തിരുക്കുമാറിനും 1000 നന്ദി. എനിക്കിവിടെ ഒരു തവണ കൂടി കൃപാസന അൾത്താരയിൽ സാക്ഷ്യം പറയാനായിട്ട് അവസരം തന്ന മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് മരിയ. ഞാൻ ആലപ്പുഴയിലെ സെൻറ്റ് ജോർജ് പുത്തനങ്ങാടി ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ചേച്ചി ആനി, ഇത് ചേച്ചിയുടെ ഹസ്ബൻഡ് റെജി, അവർ തൊടുപുഴയിൽ നിന്ന് വരുന്നു. ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്തത് 2022 ഒക്ടോബർ 24-നാണ്. അത് കഴിഞ്ഞ് ഞാൻ കൃത്യമായിട്ട് എൻ്റെ ഉടമ്പടി പുതുക്കി പോന്നുകൊണ്ടിരുന്നു. ഇതിനു മുമ്പേ ഞാൻ ഒരിക്കൽ ഇവിടെ വന്നൊരു സാക്ഷ്യം പറഞ്ഞതാണ്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. എനിക്ക് 2 വർഷത്തിന് മുകളിലായി എനിക്ക് വലത് കാലിൻ്റെ ഉപ്പൂറ്റിക്ക് അതിശക്തമായ വേദനയായിരുന്നു. ഞാനതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും എടുത്തിരുന്നില്ല. ഞാൻ ഇരുന്നിട്ട് എഴുന്നേൽക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, കുറേ നേരത്തേക്കിന് നടക്കാനായിട്ട് ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കെ പിന്നെ ആ വേദന ക്രമേണ കൂടി വലത് കാലിൻ്റെ ചെറുവിരൽ മുതൽ ഉപ്പൂറ്റി വരെയുള്ള ഭാഗത്ത് ശക്തമായ വേദനയായിരുന്നു. എനിക്ക് കാലിൽ തൊടാൻ പോലും സാധിക്കില്ല, അതുപോലെ വേദന. പക്ഷെ ഞാൻ ഓരോ മരുന്നൊക്കെ തേച്ച് ഇങ്ങനെ പോകുന്നു. മാത്രമല്ല ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം ജപമാല റാലിക്ക് മുമ്പായിട്ട്, കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ആയപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വലിയൊരു പ്രേരണ വന്നുകൊണ്ടിരിക്കുകയാണ്, ഈ തവണ ജപമാല റാലിക്ക് പോയി കൂടണം. അങ്ങനെ അപ്പം ഞാനത് ഓർത്തു, എന്നെ കൊണ്ടത് സാധിക്കില്ല, ഇത്രയും എനിക്ക് നടക്കാൻ കഴിയത്തില്ലല്ലോ. ഞാനത് ആ ചിന്ത അങ്ങ് മാറ്റി വിട്ടുകൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് ആ ചിന്ത കൂടി വന്നു, എങ്ങനെയും പോകണം എന്ന്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ പോകാം, പക്ഷേ എനിക്കൊരു കൂട്ട് തരണം, ആരെങ്കിലും കൂട്ട് എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ ആരോടും അതിനെക്കുറിച്ച് ചോദിച്ചില്ല, വരാവോ എന്നൊന്നും ചോദിച്ചില്ല. ഞങ്ങളുടെ പള്ളിയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ചേച്ചി തന്നെ എന്നെ ഒരു ദിവസം ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, നമുക്ക് ഈ തവണ ജപമാല റാലിക്ക് പോകാം. അങ്ങനെ ഞാൻ പറഞ്ഞു, ചേച്ചിയെ മാതാവാണ് വിളിപ്പിച്ചത്, നമുക്ക് ഈ തവണ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഉള്ളിൽ പേടിയുണ്ട്, കാല് വേദനയുണ്ട്, എനിക്ക് നടന്നെത്താൻ സാധിക്കുമോ അങ്ങനെ വിചാരിച്ചിരുന്നു. അങ്ങനെ ഒക്ടോബർ ജപമാല റാലിക്ക് ഒരാഴ്ച മുന്നേ ആയിട്ട് ഞാൻ ഓർത്തു, ഒരു ഡോക്ടറെ പോയി കണ്ട് എന്തെങ്കിലും മരുന്ന് മേടിച്ച് കഴിക്കാം, അങ്ങനെ കുറച്ച് കുറവുണ്ടെങ്കിലും നടക്കാൻ എളുപ്പമാകുമല്ലോ. അങ്ങനെ ഒരാഴ്ച മുന്നേ ഞാൻ പോയി ഒരു ഡോക്ടർക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു. അന്ന് കാണാൻ ചെന്നപ്പം ഭയങ്കര റഷായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. എനിക്ക് അന്ന് പല തടസ്സങ്ങൾ കാരണം ഡോക്ടറെ കാണാൻ സാധിച്ചില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ റാലിയിൽ കൂടി വേദന മാറിയാൽ ആ ക്രെഡിറ്റ് ഞാൻ ഡോക്ടർക്ക് കൊടുക്കുകയുള്ളൂ, മാതാവ് തന്നാന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് മാതാവായിട്ട് ഇത് മാറ്റിക്കളഞ്ഞതാണെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഞാൻ ആ വേദനയോട് കൂടി തന്നെയാണ് ജപമാല റാലിയിൽ പങ്കെടുത്തത്. പക്ഷേ എനിക്ക് ഇവിടുന്ന് തുടങ്ങി അങ്ങ് അർത്തുങ്കൽ എത്തുന്നിടം വരെ ഒരു വേദന അനുഭവപ്പെട്ടില്ല. നല്ലതുപോലെ എനിക്ക് നടക്കാൻ സാധിച്ചു. തിരിച്ചു വന്നിട്ടാണെങ്കിലും പിറ്റേ ദിവസം ആയപ്പോൾ മുതൽ എനിക്ക് കാലിന് വേദനയേ ഇല്ല, തീർത്തും മാറി. ഇപ്പോൾ 1 വർഷമായിട്ട് എൻ്റെ ആ ഉപ്പൂറ്റി വേദനയും കാലിൻ്റെ വേദനയും തീർത്തും മാറി. ഇപ്പോൾ ഒരു വേദനയും എനിക്ക് അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ജപമാല റാലിക്ക് പോകാൻ അതിശക്തമായ ആഗ്രഹമാണ്. നേരത്തെ മുതൽ അച്ഛൻ ഇങ്ങനെ ഡേറ്റ് അനൗൺസ് ചെയ്തപ്പോൾ മുതൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കുവാണ്, എല്ലാ തവണയും എനിക്ക് ജപമാല റാലിക്ക് പോകാൻ സാധിക്കണമെന്ന്. അതുപോലെ ഓരോ കാര്യങ്ങളും ഞാൻ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈ ജപമാല റാലിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കാരണം അന്ന് അനേക ലക്ഷം ആൾക്കാരുടെ ജപമാലകളാണ് മാതാവിൻ്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ അതോടുകൂടി സമർപ്പിച്ചാണ് ഞാൻ എൻ്റെ ഓരോ നിയോഗങ്ങളും വെച്ച് പ്രാർത്ഥിക്കുന്നത്. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് ഇത്ര സൗഖ്യം നൽകിയ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. രണ്ടാമതായിട്ട് എൻ്റെ ചേച്ചിയുടെ ഒരു സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. ചേച്ചി 2022, ചേച്ചിയുടെ പേര് ആനി റെജി, ചേട്ടൻ്റെ പേര് റെജി. ഇവർ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്, കുടയത്തൂർ ഇടവകാംഗമാണ്. ചേച്ചി 2022 സെപ്റ്റംബർ 14-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അന്ന് മുതൽ കൃത്യമായിട്ട് 3 മാസം കൂടുമ്പോൾ ചേച്ചി ഉടമ്പടി പുതുക്കി പോന്നുകൊണ്ടിരുന്നു. 2024 ഡിസംബർ 30-ാം തീയതി 8ാമത്തെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഇവിടെ വരാനിരിക്കുമായിരുന്നു. അപ്പോഴേക്കും ചേച്ചിക്ക് കുറച്ച് ഒരു 5-6 മാസമായിട്ട് ചെറിയ രീതിയിലൊരു മറവി പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ പറയുമ്പോൾ അവരെല്ലാം പറയും അത് കാര്യമാക്കേണ്ട, അങ്ങനെയൊന്നും ഇല്ല, പ്രത്യേകിച്ച് ഡേറ്റുകളും മാസങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് മറന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്കൊന്ന് പോയി ചെക്ക് ചെയ്യാം, എന്താണെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാമല്ലോ. അങ്ങനെ ഇവർ തൊടുപുഴ തന്നെയുള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ, അതായത് ഡിസംബർ 30-ാം തീയതി ചേച്ചിയെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് എന്തായാലും സംശയം ഉള്ളത് കൊണ്ട് ഒരു MRI എടുത്ത് നോക്കാം. അങ്ങനെ അവർ MRI എടുത്തു. നോക്കിയപ്പോൾ അതിലൊരു അബ്നോർമാലിറ്റി കണ്ടതുകൊണ്ട് അവർ തന്നെ സജസ്റ്റ് ചെയ്ത് നമുക്ക് രണ്ടാമതൊന്നുകൂടെ ഒരു MRI എടുത്ത് ഒരു ക്ലാരിറ്റി, ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു MRI എടുക്കാം, ഒരു ക്ലാരിറ്റി വരുത്താലോ എന്ന് പറഞ്ഞ് രണ്ടാമതൊന്നുകൂടെ MRI എടുത്തു.
അപ്പോഴാണ് അറിയുന്നത് ചേച്ചിക്ക് ബ്രെയിൻ അനൂറിസമാണ്. ബ്രെയിനിലുള്ള ഒരു മെയിൻ ആർട്ടറി ഒരു മെയിൻ ബ്ലഡ് വെസൽ സാമാന്യം നല്ല രീതിയിൽ ബൾജായി ഇരിക്കുവാണ്. അത് ഓപ്പൺ സർജറി ചെയ്യാൻ സാധിക്കുന്നതല്ല, ഒരു മെയിൻ ജംഗ്ഷനിലാണ് അതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു റിസ്ക് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. എത്രയും വേഗം അത് എന്തെങ്കിലും ചെയ്ത് മാറ്റുകയും വേണം. ഉടനെ അവിടുന്ന് അവർ ഡോക്ടേഴ്സ് പെട്ടെന്ന് ഒരു മെഡിക്കൽ ബോർഡ് കൂടി അവർ തന്നെ തീരുമാനിച്ച് എറണാകുളത്തുള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ചേച്ചിയെ റെഫർ ചെയ്തു. അവർ തന്നെ എത്രയും വേഗം അവിടെയുള്ളൊരു മെയിൻ ന്യൂറോ സർജന് അപ്പോയിൻമെൻ്റ് എടുത്തു കൊടുത്തു. അങ്ങനെ ചേച്ചി ജനുവരി 2-ാം തീയതി അവിടെ പോയി ഡോക്ടറെ കണ്ടു. അപ്പോൾ അവിടെ ചെന്നപ്പം ഡോക്ടർ ഇങ്ങനെ ചോദിച്ചു, ഇത് ഭയങ്കര അത്ഭുതമാണല്ലോ, ഇത് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ സാധാരണ ഒന്നെങ്കിൽ സ്ട്രോക്ക് വരും, ഇല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കും, ഇല്ല കോമയിലോട്ട് പോകും. അങ്ങനെയുള്ള അവസ്ഥയിലാണ് സാധാരണ രോഗികളെ ഈ അവസ്ഥയിലുള്ളവരെ കൊണ്ടുവരാറുള്ളത്. ഇതെങ്ങനെ ഇത്രയും വേഗം കണ്ടുപിടിക്കാൻ സാധിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്താണ്, അങ്ങനെ ഒരു അപകടം സംഭവിക്കാനായിട്ട് എൻ്റെ അമ്മ മാതാവ് സമ്മതിക്കത്തില്ല, അതുകൊണ്ട് ഒരു മറവിയുടെ രൂപത്തിൽ വന്ന് എനിക്കത് കാണിച്ചു തന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എത്രയും വേഗം തന്നെ ഇതിൻ്റെ സർജറി നടത്തണം. അങ്ങനെ ജനുവരി 9-ാം തീയതിയിലത്തെ തന്നെ ഡേറ്റ് എടുത്തു. അപ്പോഴേക്കും ചേച്ചി എന്നും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കും, നേർച്ച വസ്തുക്കളെല്ലാം കൃത്യമായിട്ട് ഉപയോഗിക്കും, അച്ഛൻ്റെ ധ്യാനം സ്ഥിരമായിട്ട് കേൾക്കും, ആരാധന പങ്കെടുത്ത് അങ്ങനെ സർജറിക്കായിട്ട് ഒരുങ്ങി. ഞാൻ ജനുവരി 9-ാം തീയതി ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം കൊടുത്ത് മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ ഒരു കാശ് രൂപം കൊടുന്നു ചേച്ചിക്ക് കൊടുക്കാനായിട്ട്. അത് ഞാൻ ഇവിടുന്ന് ചേച്ചിക്ക് അങ്ങോട്ട് എത്തിച്ചു കൊടുത്തു. അന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് യാതൊരു കുഴപ്പമില്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, ജീവൻ വരെ പോകുന്ന അപകടത്തിലൊക്കെ ആയിരുന്നു. പക്ഷേങ്കിൽ ഓപ്പറേഷൻ യാതൊരു കുഴപ്പം കൂടാതെ അമ്മ മാതാവ് രക്ഷിച്ചു. ഇപ്പോൾ ചേച്ചിക്ക് ഇതുവരെയായിട്ട് ഒരു കുഴപ്പമില്ല, നല്ല മറവിയെല്ലാം മാറി നല്ലപോലെ കഴിയുന്നു. ഇനി ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ആലപ്പുഴയിൽ തന്നെയുള്ളൊരു സ്പെഷ്യലി ചാലഞ്ചർ സ്കൂളിൽ അവിടുത്തെ കുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ പോകാറുണ്ട്. പിന്നെ അതുപോലെ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകും, രോഗികളെ കാണും, അവർക്ക് ഫുഡൊക്കെ കൊടുക്കും, ആവശ്യമായ പൈസ ആവശ്യമുള്ളവർക്ക് മരുന്ന് മേടിക്കാനും അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം ഞങ്ങളുടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ, ബീച്ചിൽ, പിന്നെ വീടുകളിൽ കൂടെ ബസ്സിൽ പോകുമ്പോൾ അങ്ങനെയൊക്കെ ഞാൻ എല്ലാവർക്കും ഇത് കൃത്യമായി പറഞ്ഞ് ഞാൻ കൃപാസന പത്രം നൽകാറുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്ന വലിയൊരു മാറ്റമെന്ന് പറയുന്നത്, നേരത്തെ ഞാൻ ഞായറാഴ്ചകളിലോ അല്ലെ കടവുള്ള ദിവസങ്ങളിൽ മാത്രമായിരുന്നു പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ടിരുന്നത്. ഉടമ്പടി എടുത്തതിൽ പിന്നെ ഞാൻ കൃത്യമായിട്ട് എല്ലാ ദിവസവും ദിവ്യബലിയിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ പ്രാർത്ഥനയ്ക്കാണെങ്കിലും എന്നും ഞാൻ അരമണിക്കൂർ അതിൽ കൂടുതൽ ബൈബിൾ വായിക്കും. ആഴ്ചയിലുള്ള അച്ഛൻ്റെ യൂട്യൂബിലെ ധ്യാനം ഞാൻ കൃത്യമായിട്ട് കൂടും. അങ്ങനെ മാതാവുമായിട്ട് കൂടുതലായിട്ട് അടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാറിനും 1000 നന്ദി. എൻ്റെ പേര് ആനി, ഇതെൻ്റെ ഹസ്ബൻഡ് റെജി. ഞങ്ങൾ കൊടയത്തൂർ സെൻറ്റ് അഗസ്റ്റിൻസ് ഇടവകങ്ങളാണ്. എൻ്റെ ബ്രെയിൻ അന്യൂറിസം പൊട്ടാതെ തന്നെ മാതാവ് അത് കാണിച്ചു തന്നു. ഡോക്ടേഴ്സിനൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. സാധാരണഗതിയിൽ ഇത് പൊട്ടാതെ അവർ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. നല്ല സൈസ് ഉണ്ടായിരുന്നു, 2.3 × 1.7 ആയിരുന്നു അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ ഇത് കണ്ടുപിടിച്ചെന്ന് അവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവ് അത് പൊട്ടാൻ സമ്മതിക്കത്തില്ല, അത് അതിന് മുമ്പ് തന്നെ അമ്മ എനിക്ക് കാണിച്ചു തന്നു, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സാധിച്ചു. ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. കാരുണ്യ പ്രവൃത്തി ഞാനും എൻ്റെ അനിയത്തിയും കൂടി ആലപ്പുഴയിൽ ജനറൽ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഒന്നിച്ച് പോയി പേഷ്യൻസിനെയൊക്കെ കണ്ട് അവരുമായിട്ട് സംസാരിച്ച് അവർക്ക് വേണ്ട ചെറിയ തുകയൊക്കെ സംഭാവന കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ തൊടുപുഴയിൽ ഗവൺമെൻറ് ആശുപത്രിയിലും പോയി രോഗികളെ കണ്ട് അവർക്ക് പത്രമൊക്കെ കൊടുക്കും, അവർക്ക് പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ അനാഥാലയങ്ങളിൽ ഭക്ഷണം കൊടുക്കാറുണ്ട്. എൻ്റെ മക്കളുടെ ബർത്ത്ഡേ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ഒക്കെ ഞങ്ങൾ അനാഥാലയങ്ങളിലാണ് ആഘോഷിക്കുന്നത്. അവർക്ക് ഒരു നേരത്തെ ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ ഓൺലൈനായിട്ടും സഹായം ചെയ്യാറുണ്ട്. പത്രം ഞങ്ങൾ ഇവിടുന്ന് കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുത്ത് തിരിച്ച് പോകുമ്പോൾ തന്നെ ഞങ്ങൾ ഒത്തിരി കടകളൊക്കെ ഉള്ള ഒരു ജംഗ്ഷനിലൊക്കെ വണ്ടി നിർത്തി ഞാൻ കടകളിലൊക്കെ കയറി ഇറങ്ങി അവർക്ക് പത്രമെല്ലാം കൊടുക്കാറുണ്ട്. പിന്നെ ഹോസ്പിറ്റലുകളിലും കൊടുക്കാറുണ്ട്. എല്ലാത്തിനും അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. യെശയ്യാ 30, 20, 21 തിരുവചനങ്ങൾ.